Hi everyone. In the previous class, we were familiar with the control flow and control structure. പിന്നെ കുറച്ച് ഗാർഡഡ് കമാൻഡ്സ് ഒക്കെ എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് സബ് പ്രോഗ്രാംസ്, ഇറ്റ്സ് ഡിസൈൻ ഇഷ്യൂസ്, പിന്നെ റെഫറൻസിങ് എൻവയറമെന്റ്സ് എന്താണ്, പാരാമീറ്റർ പാസിംഗ് മെത്തേഡ്സ്, പിന്നെ ഓവർലോഡഡ് സബ് പ്രോഗ്രാം ക്ലോഷർ കോറിറ്റിംഗ്. അപ്പം ഇത്രയും കൂടി ആകുമ്പോൾ മോഡ്യൂൾ 3 കൂടി ഫിനിഷ് ആവും. സോ ഫസ്റ്റ് വി വിൽ മൂവ് ഓൺ ടു എൻ ഇൻട്രൊഡക്ഷൻ. അപ്പം നമുക്ക് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്, അബ്സ്ട്രാക്ഷൻ ഇസ് ബേസിക്കലി നമ്മളിപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മളെല്ലാം ഒരു മോഡ്യൂൾ പോലെ അല്ലെങ്കിൽ ഒരു ഫങ്ഷൻസ് പോലെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. എല്ലാം ഒരു സിംഗിൾ യൂണിറ്റായിട്ട് നമുക്ക് കിട്ടും. സോ ആ സമയത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഒരു പ്രോഗ്രാമർ അല്ലെങ്കിൽ ഒരു യൂസറിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഡിസ്പ്ലേ ചെയ്തിട്ട് അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അതിൽ യൂസേജ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്യുന്ന ഒരു ഫീച്ചറിനെയാണ് നമ്മൾ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുക. അപ്പോൾ അബ്സ്ട്രാക്ഷൻ തരുന്ന രണ്ട് ഫെസിലിറ്റീസ് ഉണ്ട്. വൺ ഇസ് പ്രോസസ് അബ്സ്ട്രാക്ഷൻ, വൺ ഇസ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ. അപ്പം പ്രോസസ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ ഉള്ളതാണ്, അത് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ഇല്ല, പ്രോസസ് റിലേറ്റഡ് ആണ്. ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ആയിട്ടുള്ള ന്യൂ കാര്യങ്ങളിൽ വരുന്നതാണ്. ലൈക്ക് വൈസ് ന്യൂ ഡാറ്റ എങ്ങനെയാണ് ഹൈഡ് ചെയ്യുന്നത് അതിൻ്റെ റിലേറ്റഡ് കാര്യങ്ങളാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ വരുന്നത്. സോ വി വിൽ ഫൈൻഡ് ഈച്ച് വൺ ഇൻ ഡീറ്റെയിൽ. സോ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഇസ് സബ് പ്രോഗ്രാംസ് ആൻഡ് വാട്ട് ഇസ് ഇറ്റ്സ് ഫണ്ടമെന്റൽസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു പ്രോഗ്രാമിൻ്റെ അകത്ത് നമ്മൾ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ നെസ്റ്റിംഗ് പ്രോഗ്രാംസ് ഒക്കെ നെസ്റ്റിംഗ് ചെയ്യുമ്പോഴാണ് വി സേ ഇറ്റ് ആസ് എ സബ് പ്രോഗ്രാം. അപ്പോൾ ഓരോ സബ് പ്രോഗ്രാമിനും അതിൻ്റെതായ ഒരു സിംഗിൾ എൻട്രി പോയിന്റ് ഉണ്ട്. അപ്പോൾ വെന്നെവർ വി ആർ കോളിംഗ് എ പ്രോഗ്രാം, നമ്മളൊരു ഫംഗ്ഷൻ, ഒരു പ്രോഗ്രാമിൽ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ എവിടെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അത് അവിടെ റീപ്ലേസ് ചെയ്യും. വെന്നെവർ വി ആർ കോളിംഗ് എ ഫംഗ്ഷൻ, that function will be replaced. So every time that function is going to be a subprogram and every subprogram will be having a single entry point. അപ്പോൾ നമ്മളൊരു പ്രോഗ്രാം കോൾ ചെയ്യുമ്പം the calling program is being suspended during the execution of the called subprogram. എപ്പോഴാണ് നമ്മൾ സബ് പ്രോഗ്രാം അതിനെ കോൾ ചെയ്യുന്നത് ആ സമയത്ത് അവിടെ എക്സിക്യൂഷൻ അവിടെ സസ്പെൻഡ് ചെയ്യാണ്. അതിനുശേഷം ആ ഒരു പർട്ടിക്കുലർ സബ് പ്രോഗ്രാം ഫുള്ളി എക്സിക്യൂട്ട് ആയതിനു ശേഷമാണ് ആരാണ് ആ ഫംഗ്ഷനെ കോൾ ചെയ്തത് അവിടത്തേക്ക് കൺട്രോൾ റിട്ടേൺ ആയിട്ട് വരുന്നത്. ആഫ്റ്റർ ദ സബ് പ്രോഗ്രാംസ് എക്സിക്യൂഷൻ ഇസ് കംപ്ലീറ്റഡ് ഓർ ടെർമിനേറ്റഡ്. അപ്പോൾ ഒരു മെയിൻ പ്രോഗ്രാമിൽ ഉള്ളതാണ് സബ് പ്രോഗ്രാം. എപ്പോഴാണ് നമ്മൾ സബ് പ്രോഗ്രാം കോൾ ചെയ്യുന്നത് ആ സമയത്ത് ഈ ഒരു ആരാണ് കോൾ ചെയ്തത് ആ പ്രോഗ്രാം സസ്പെൻഡ് ആവും. കോൾ ചെയ്തതിന് ശേഷം സബ് പ്രോഗ്രാം ഫുള്ളി ടെർമിനേറ്റ് ആയി എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ റിട്ടേൺ മെയിൻ പ്രോഗ്രാമിലേക്ക് വരുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഫണ്ടമെന്റൽസ്, ദാറ്റ് ഈസ് ഹൗ ദ caller and callee is being interacting through the subprograms. So we will find out the basic definition. First of all, a subprogram definition എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇൻ്റർഫേസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് സബ് പ്രോഗ്രാം അബ്സ്ട്രാക്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്, അതിലൊക്കെ ഇൻ്റർഫേസ് വരുന്നത്, ഹൗ ദേ ആർ ഇൻഡിപെൻഡൻറ്റ്, ഹൗ ദേ ആർ ബിക്കമിങ് ഇൻട്രാക്റ്റീവ് ഒക്കെയാണ് നമ്മൾ കൂടുതൽ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അബ്സ്ട്രാക്ഷൻ എങ്ങനെയാണ് കൊടുക്കാൻ പറ്റുന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നമുക്ക് ഫംഗ്ഷൻ്റെ ഉള്ളിൽ നടക്കുന്നത് എന്താണെന്ന് അറിയില്ല, കാരണം ദാറ്റ് ഈസ് written somewhere else in the program and we are not getting available with that program. So hence they provide abstraction, that is we can get only the essential data and all the other background data is being hidden. That is meant by abstraction. So in Python programming language the function definitions are being executable. അത് നോക്കുമ്പോൾ വേറെ എല്ലാ ലാംഗ്വേജിലും അവർ നോൺ എക്സിക്യൂട്ടബിൾ ആണ്. Lua എന്ന് പറഞ്ഞ ലാംഗ്വേജിൽ എല്ലാ ഫങ്ഷൻസും അനോണിമസ് ആണ്, നമുക്ക് എല്ലാത്തിനെയും ഇൻഡിവിജ്വലി ഐഡൻറ്റിഫൈ ചെയ്യാനോ എല്ലാം ഡിഫറെൻ്റ് ആയിട്ട് അൺഅവൈലബിൾ ആണ്. ഓക്കെ, റൂബി എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത് നമുക്ക് ക്ലാസ്സിൻ്റെ അകത്തോ ഒരു ക്ലാസ് എന്ന് പറയുമ്പം എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ബൈൻഡ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ്. ലൈക്ക് ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബൈൻഡ് എവറിത്തിങ്, അതിൽ വരുന്ന മെമ്പർ ഫംഗ്ഷനും അതിൽ വരുന്ന ഡാറ്റ മെമ്പേഴ്സിനും അതിന് ബൈൻഡ് ചെയ്യാൻ പറ്റും. സോ ഇൻ റൂബി ദ ഫംഗ്ഷൻ ഡെഫിനിഷൻ ക്യാൻ അപ്പിയർ ഐദർ ഇൻ ഓർ ഔട്ട്സൈഡ് ഓഫ് ദ ക്ലാസ് ഡെഫിനിഷൻ. അപ്പം നമുക്ക് ക്ലാസ്സിൻ്റെ പുറത്തുണ്ടാകുമ്പോൾ അവർ ഒബ്ജക്ട്സ് ആണ്, അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റ് കോളിംഗ് വെച്ചിട്ടാണ് നമ്മൾ ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വി ഹാവ് സബ് പ്രോഗ്രാമിലെ ഡെഫിനിഷൻസിൽ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇനി നമുക്ക് സബ് പ്രോഗ്രാം കോൾ ചെയ്യുമ്പം അതൊരു എക്സ്പ്ലിസിറ്റ് റിക്വസ്റ്റ് ആണ്, അതായത് സബ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാനുള്ളൊരു എക്സ്പ്ലിസിറ്റ് റിക്വസ്റ്റ് ആണ്. ഇനി സബ് പ്രോഗ്രാം ഹെഡർ എന്ന് പറയുന്നത് ഡെഫിനിഷനിൽ വരുന്നൊരു ഫസ്റ്റ് പാർട്ടാണ്, സബ് പ്രോഗ്രാമിൻ്റെ ഡെഫിനിഷനിൽ വരുന്നൊരു ഫസ്റ്റ് പാർട്ടാണ്. അതിൽ നെയിം ഉണ്ടാവും, സബ് പ്രോഗ്രാം എങ്ങനത്തെ കൈൻഡാണെന്നുണ്ടാവും, ഫോർമൽ പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണെന്നുണ്ടാവും. ഫോർമൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് അതിൽ യൂസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ആണ്. ദെൻ പാരാമീറ്റർ പ്രൊഫൈൽ എന്ന് പറയുന്നത് സിഗ്നേച്ചർ ആണ്, അതായത് ഒരു സബ് പ്രോഗ്രാമിന് അതിൻ്റെതായ നമ്പർ, അതിൻ്റെതായ ഓർഡർ,
ഇറ്റ്സ് ടൈപ്സ്, ഇറ്റ്സ് പാരാമീറ്റേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ലാസ്റ്റ് വി ഹാവ് പ്രോട്ടോകോൾ. പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഒരു സബ് പ്രോഗ്രാമിൻ്റെ അതിൻ്റെ പ്രൊഫൈലാണ്, എങ്ങനെയാണ് അതിൻ്റെ പാരാമീറ്റർ വെച്ചിരിക്കുന്നത്, വാട്ട് ഈസ് ഇറ്റ്സ് ഫങ്ഷൻ, വാട്ട് ഈസ് ഇറ്റ്സ് റിട്ടേൺ ടൈപ്പ്, അതൊക്കെയാണ് ഒരു പാരാമീറ്റർ പ്രൊഫൈലിൽ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞ് വരുന്നത്. സോ ദീസ് ആർ ദ ബേസിക് ഡെഫിനിഷൻസ്. ആൻഡ് ഓൾസോ വി ഹാവ് ഡിക്ലറേഷൻ. സിയിലും C++ലും വരുമ്പോൾ നമ്മൾ ഫങ്ഷൻ ഡിക്ലറേഷൻ ഓൾറെഡി പ്രോട്ടോടൈപ്സ് എന്നാണ് പറയാം. ഇനി സബ് പ്രോഗ്രാം ഡിക്ലെയർ ചെയ്യുമ്പം അവർ പ്രോട്ടോകോൾ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരും, ബട്ട് the subprogram of the body of the subprogram is not available. നമുക്ക് subprogram നമുക്ക് കോൾ ചെയ്യാനേ പറ്റില്ല, നമുക്ക് അവൈലബിൾ ആക്കാൻ പറ്റില്ല, കാരണം അവിടെയാണ് നമ്മൾ എബ്സ്ട്രാക്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ദെൻ വി ഹാവ് ഫോർമൽ പാരാമീറ്റർ ആൻഡ് ആക്ച്വൽ പാരാമീറ്റർ. അപ്പോൾ ഈ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ കോൾ ചെയ്യുന്ന സമയത്തും യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫോർമൽ പാരാമീറ്റർ എന്ന് പറയുന്ന ഒരു ഡമ്മി ആയിട്ടുള്ള വേരിയബിളാണ്, നമ്മൾ സബ് പ്രോഗ്രാമിൻ്റെ ഹെഡറിലും സബ് പ്രോഗ്രാമിലും കൊടുക്കുന്ന ഒരു ഡമ്മി ആയിട്ടുള്ള വേരിയബിൾ. ആക്ച്വൽ പാരാമീറ്റർ ആണ് നമ്മൾ ശരിക്കും വാല്യൂ അല്ലെങ്കിൽ അഡ്രസ്സ് വെച്ച് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ വാല്യൂ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഫോർമൽ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ ആക്ച്വൽ പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂ എടുത്ത് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർമൽ പാരാമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെയൊക്കെ ഒരു ഡാറ്റ ഹൈഡിങ് വരുന്നുണ്ട്, അതിനെയാണ് നമ്മൾ ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ഹാവ് ദ ആക്ച്വൽ ഓർ ഫോർമൽ പാരാമീറ്റർ കറസ്പോണ്ടൻസ്. അപ്പോൾ ഇവിടെ ആക്ച്വലി ഒരു ബൈൻഡിങ് മെത്തേഡാണ് നമ്മൾ നടക്കുന്നത്. അപ്പം ആക്ച്വൽ പാരാമീറ്റർ നമ്മൾ ഫോർമൽ പാരാമീറ്ററിലേക്ക് ബൈൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് അവർ ഏത് പൊസിഷനിലുള്ള അതനുസരിച്ചായിരിക്കും നമ്മളവരെ ബൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റായിട്ട് വരുന്ന ആക്ച്വൽ പാരാമീറ്റർ നമ്മൾ ഫസ്റ്റായിട്ട് വരുന്ന ഫോർമൽ പാരാമീറ്ററിലേക്കാണ് സ്വാപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ സെക്കൻഡായിട്ട് വരുന്ന ആക്ച്വൽ പാരാമീറ്റർ നമ്മൾ സെക്കൻഡായിട്ട് കാണുന്ന ഫോർമൽ പാരാമീറ്ററിനാണ് വാല്യൂയിലേക്ക് സ്വാപ്പ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഹെൻസ് ദ പ്രോസസ് ഗോസ് ഓൺ. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ എ സേഫ് ആൻഡ് എഫക്റ്റീവ് മെത്തേഡ്, കാരണം ആക്ച്വൽ പാരാമീറ്റർ നമുക്ക് ബൈ ഹാൻഡ് അവൈലബിൾ അല്ല. ആക്ച്വൽ പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂ ഫോർമൽ പാരാമീറ്റേഴ്സിലേക്ക് കൊടുത്തിട്ടാണ് ഫോർമൽ പാരാമീറ്റേഴ്സാണ് നമുക്കത് അവൈലബിൾ ആക്കുന്നത്. ഓക്കെ, സോ ഹെൻസ് ദർ ഇസ് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓൾസോ. നമുക്ക് അബ്സ്ട്രാക്ഷൻസ് കൂടുതൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിവിടെ ബൗണ്ട് സ്പെസിഫൈ ചെയ്യണം. ലൈക്ക് ഇപ്പോൾ ഫോർമൽ പാരാമീറ്ററിൻ്റെ നെയിം നമ്മളൊരു ആക്ച്വൽ പാരാമീറ്ററായിട്ട് ബൗണ്ട് ചെയ്യുമ്പം അത് ആക്ച്വൽ പാരാമീറ്ററിൽ എഫക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. യു ക്യാൻ സീ ദ കീവേഡ് ഹിയർ. That is the name of the formal parameter to which an actual parameter is to be bound is specified with the actual parameter. അപ്പോൾ ഏതിലോട്ടേക്കാണ് മെൻഷൻ ചെയ്യേണ്ടത് അത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടോ. സോ ദാറ്റ് ഈസ് നോൺ ആസ് ഇറ്റ്സ് കീവേഡ്. ഇപ്പോൾ നമ്മൾ ഡാറ്റ ടൈപ്പ് പോലെ കൊടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് അവർ ആക്ച്വൽ പാരാമീറ്ററിൽ നിന്ന് ഫോർമൽ പാരാമീറ്ററിലോട്ടേക്ക് മാപ്പ് ചെയ്യും. ദർ ഇസ് എൻ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ്. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പാരാമീറ്റേഴ്സ് നമ്മൾ കോൾ ചെയ്യുമ്പം അല്ലെങ്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ഏത് ഓർഡറിൽ വേണമെങ്കിലും ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫസ്റ്റ് ആക്ച്വൽ പാരാമീറ്റർ കോൾ ചെയ്യുന്ന അതേ ഓർഡർ തന്നെയാണ് ഫോർമൽ പാരാമീറ്ററിൻ്റെ ഡെഫിനിഷനിലും ഫോളോ ചെയ്യുന്നത്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് യൂസേഴ്സിന് ഫോർമൽ പാരാമീറ്റേഴ്സിൻ്റെ നെയിംസ് അറിയണം, കാരണം അവിടെ നമ്മൾ എബ്സ്ട്രാക്ഷൻ ഡാറ്റ ഹിഡൻ പ്രോപ്പർട്ടി കൂടി കൊടുക്കുന്നുണ്ട്. ബട്ട് യൂസർ നോക്കുമ്പോൾ ആക്ച്വൽ പാരാമീറ്റേഴ്സിന് അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ യൂസറിന് ഫോർമൽ പാരാമീറ്റേഴ്സിൻ്റെ നെയിം വെച്ച് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. സോ ദാറ്റ് ഈസ് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ്. നെക്സ്റ്റ് വി ഹാവ് ദ ഡിഫോൾട്ട് വാല്യൂസ്. ഡിഫോൾട്ട് വാല്യൂസ് എന്ന് പറയുന്നത് നമുക്ക് തന്നെ ആക്ച്വലി നമുക്ക് വാല്യൂസ് കൊടുക്കാം. ഇനി അതല്ല നമ്മൾ വാല്യൂസ് കൊടുക്കുമ്പോൾ ആ വാല്യൂസാണ് കമ്പൈലർ കോപ്പി ചെയ്ത് ഇനീഷ്യലൈസ് ചെയ്ത് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ വാല്യൂ കൊടുത്തിട്ടില്ലെങ്കിൽ ചില ലാംഗ്വേജ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫോർമൽ പാരാമീറ്റേഴ്സിന് ഡിഫോൾട്ട് വാല്യൂസ് കൊടുക്കും. അപ്പം നമ്മൾ ആക്ച്വൽ പാരാമീറ്ററിൽ പാസ് ചെയ്ത വാല്യൂ ആയിരിക്കണം എന്നില്ല, അത് തന്നെ അതിൻ്റെ ഇഷ്ടത്തിന് ഡിഫോൾട്ട് ആയിട്ടുള്ള വാല്യൂസ് കൊടുക്കും. For example, in C++, Python, Ruby, Ada and PHP, formal parameters can have default values. In C++ വരുമ്പോൾ ഡിഫോൾട്ട് പാരാമീറ്റേഴ്സ് എപ്പോഴും ലാസ്റ്റ് ആയിരിക്കണം, കാരണം അതിനൊരു പൊസിഷനായിട്ട് അസോസിയേറ്റിവിറ്റി ഉണ്ട്. അപ്പോൾ എപ്പോഴും ലാസ്റ്റ് ആയിരിക്കണം ഡിഫോൾട്ട് വാല്യൂസ്. ഹിയർ ഓൾസോ ദർ ഇസ് നോ കീവേഡ് പാരാമീറ്റേഴ്സ്. ദെൻ വേരിയബിൾ നമ്പേഴ്സ് ഫോർ പാരാമീറ്റർ. C# പറഞ്ഞ മെത്തേഡിൽ വേരിയബിൾ നമ്പേഴ്സ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് യൂസിങ് ദ അറേ പാരാംസ് എന്ന് പറയുന്ന ഒരു കീവേഡ് വെച്ച് അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. റൂബി എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആകുമ്പോൾ നമ്മൾ ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഹാഷ് ലിറ്ററൽ എന്ന് പറഞ്ഞ എലിമെൻറ്റ്സ് ഓഫ് ഹാഷ് ലിറ്ററൽ, അങ്ങനെയാണ് നമ്മൾ അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് ഫോർമൽ പാരാമീറ്ററിന് പാസ് ചെയ്യുന്നത്. പാസ് ചെയ്യുമ്പോൾ ഒരു ആസ്റ്ററിക് സിമ്പിൾ വെച്ച് അതിനെ പ്രൊസീഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇൻ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമുക്ക് കൊടുക്കേണ്ട ആക്ച്വൽ ലിസ്റ്റ് ഓഫ് വാല്യൂസ് നമ്മൾ ഫോർമൽ പാരാമീറ്ററിലേക്ക് അതേപടി നെയിം വൈസ് പാസ് ചെയ്യാണ്. ആൻഡ് ഓൾസോ ദർ ഇസ് എൻ ആസ്റ്ററിക് സിമ്പിൾ. ആസ്റ്ററിക് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആ സിമ്പിൾ വെച്ചിട്ടാണ്, ആ സിമ്പിളും നമ്മുടെ വാല്യൂസും വെച്ചിട്ടാണ് ആക്ച്വൽ പാരാമീറ്ററിൽ നിന്ന് ഫോർമൽ പാരാമീറ്റേഴ്സിലേക്ക് വാല്യൂ കൊടുക്കുന്നത്. ആൻഡ് അറ്റ് ലാസ്റ്റ്, ഇൻ ദ Lua പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്
the variable number of parameter is represented as a formal parameter with 3 periods, and they are accessed with a 4 statement or within a multiple assignment from the 3 periods. അപ്പോൾ മൂന്ന് ടേംസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതനുസരിച്ച് നമുക്ക് ആക്ച്വൽ പാരാമീറ്ററിന് ഫോർമൽ പാരാമീറ്ററിലേക്കുള്ള ആ മാപ്പിംഗ് സാധ്യമാവും. So here also we can give a variable number of parameters and they can be represented using the for statement. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എങ്ങനെയാണ് ഫോർമൽ പാരാമീറ്റർ ഡിഫോൾട്ട് വാല്യൂസ് വരുന്നത്. നെക്സ്റ്റ് വി ഹാവ് റൂബി ബ്ലോക്സ്. റൂബി ബ്ലോക്സ് എന്ന് പറയുന്നത് റൂബി എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമുക്ക് എത്ര വേണമെങ്കിലും നമ്പർ ഓഫ് ഐട്രേറ്റീവ് ഫങ്ഷൻസ് അവൈലബിൾ ആണ്. സോ അതനുസരിച്ച് നമുക്ക് അറേയിലൊക്കെ പ്രോസസ്സ് ചെയ്യുമ്പോൾ നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഐട്രേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻക്രിമെൻറ്റ് ഐട്രേറ്റ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ദേ ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് വിത്തിൻ ബ്ലോക്സ് ആൻഡ് വിച്ച് ക്യാൻ ഓൾസോ ബി ഡിഫൈൻഡ് ബൈ ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് നമുക്കൊരു മെത്തേഡ് കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആ മെത്തേഡ് കോൾസിനെയാണ് നമ്മൾ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബ്ലോക്കിന് സിമിലർ പ്രോപ്പർട്ടി ആയിരിക്കും. ആ ബ്ലോക്കിന് അതിൻ്റെതായിട്ടുള്ള പ്രോപ്പർട്ടീസും അതിൻ്റെതായിട്ടുള്ള ഡെഫിനിഷൻസും ഡിക്ലറേഷൻസ് ഒക്കെ ഉണ്ടാവും. And also they can have their own parameters, then also they are executed when the method executes in a yield statement. So there is a yield keyword. അപ്പോൾ ഇതാണ് റൂബി ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇതൊരു ജസ്റ്റ് ഒരു ഫിബനോക്കി സീരീസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫിബനോക്കി എന്നാണ് ആ ഡെഫിനിഷൻ പേര് കൊടുക്കുന്നത്. ആൻഡ് ഓൾസോ ലാസ്റ്റ് ഇസ് എ പാരാമീറ്റർ. അപ്പോൾ ഇവിടെ ഫസ്റ്റും സെക്കൻഡും 1 ആക്കി ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെന്നെവർ ഫസ്റ്റിൻ്റെ വാല്യൂ ലാസ്റ്റിനേക്കാളും ലെസ് ദൻ ഈക്വൽ ടു ആകുമ്പോൾ നമ്മൾ ഫസ്റ്റ് എന്നുള്ള വാല്യൂ ഈൽഡ് ചെയ്യണം. അതുപോലെ തന്നെ ഫസ്റ്റ് സെക്കൻഡ് എന്ന് പറയുന്നത് സെക്കൻഡ് പ്രിൻറ്റ് ചെയ്യണം, ഫസ്റ്റ് പ്ലസ് സെക്കൻഡും ചെയ്യണം. സോ എവറി ടൈം ഫിബനോക്കി സീരീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രീവിയസ് ഉള്ള 2 വാല്യൂസ് ആഡ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മളിവിടെ ഫിബനോക്കി സീരീസ് ഫിബനോക്കി നമ്പർ ലെസ് ദാൻ 10 100 ആർ പുട്ട്സ് ചെയ്യണം. പുട്ട്സ് എന്ന് പറയുമ്പോൾ വി ആർ ഡിസ്പ്ലേയിങ് ഇറ്റ് ഓൺ ദ സ്ക്രീൻ. സോ ഫിബനോക്കി ഓഫ് 100 എന്നിട്ട് ആ നമ്പറും അതിൻ്റെ അനുസരിച്ചുള്ള നമ്പേഴ്സും പ്രിൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ഫിബനോക്കി സീരീസ് പ്രിൻറ്റ് ചെയ്യുന്ന ഒരു ബ്ലോക്കാണ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ബ്ലോക്ക് ഇസ് ഇൻറ്റൻറ്റഡ് ടു ഡു ഓൺലി ദ ഫിബനോക്കി സീരീസ്. അപ്പോൾ നമുക്ക് 100-നേക്കാളും കുറവുള്ള അപ് ടു 100 വരെയുള്ള ഫിബനോക്കി സീരീസ് ഇത് ഈൽഡ് ചെയ്ത് തരും. അപ്പോൾ അതിനാണ് നമ്മൾ ഈൽഡ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. സോ ഹെൻസ് ദിസ് ഇസ് എ റൂബി ബ്ലോക്ക്. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് പ്രൊസീജിയർ ആൻഡ് ഫങ്ഷൻ. പ്രൊസീജിയർ ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുമ്പം എന്തെങ്കിലും ഒരു കളക്ഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ദേ ആർ ബേസിക്കലി ഇൻറ്റൻറ്റഡ് ടു ഡു സം ഫീച്ചേഴ്സ്. കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവരെ യൂസ് ചെയ്യുന്നതാണ്. അവർക്ക് അവരുടേതായ പ്രോപ്പർട്ടീസും ഉണ്ട്, അവരുടേതായ ഡിക്ലറേഷൻ ഡെഫിനിഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം ചെറിയൊരു കാര്യം ചെറിയൊരു ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് അവരെ സബ് പ്രോഗ്രാം ആയിട്ട് പറയാം. അപ്പം അവർ കോൾ ചെയ്യുമ്പോൾ അവർ ആക്ടിവേറ്റ് ആവും, അവർ ഫുള്ളി എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പം അവരിങ്ങനെ ആക്ടിവേറ്റ് ആവും. സോ ദീസ് ആർ ദ 2 കാറ്റഗറീസ് ഓഫ് സബ് പ്രോഗ്രാം. ഫസ്റ്റ് വൺ ഇസ് പ്രൊസീജിയർ, സെക്കൻഡ് വൺ ഇസ് ഫങ്ഷൻ. പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഒരു കളക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അവർക്ക് നമുക്ക് പാരാമീറ്റർ കമ്പ്യൂട്ടേഷൻസ് ആയിട്ടും കൊടുക്കാം. നെക്സ്റ്റ് വൺ ഇസ് ഫങ്ഷൻ. ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി പ്രൊസീജിയേഴ്സ് പോലെയാണ്. ബട്ട് നമ്മൾ മാത്തമാറ്റിക്കൽ ഫങ്ഷനും കൂടി കുറച്ചുകൂടി മാപ്പ് ചെയ്യുമ്പോൾ അതിൽ റിട്ടേൺ ടൈപ്സ് ആണെങ്കിലും അതിൽ വരുന്ന ബാക്കി ഫങ്ഷനുള്ളിൽ തന്നെയാണ് പ്രൊസീജിയേഴ്സും വരുന്നത്. ബട്ട് അവർ രണ്ടുപേരും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് വെച്ചാൽ പ്രൊസീജിയർ കുറച്ചും കൂടി കമ്പ്യൂട്ടർ ഓറിയൻറ്റഡ് ആണ്. ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ഓറിയൻറ്റഡ് ആണ്. ആൻഡ് ഓൾസോ ദേ ആർ എക്സ്പെക്റ്റഡ് ടു പ്രൊഡ്യൂസ് നോ സൈഡ് എഫക്ട്സ്. സൈഡ് എഫക്ട്സ് ഇല്ല. അതുപോലെ തന്നെ പ്രോഗ്രാം ഫങ്ഷൻസ് യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് സൈഡ് എഫക്ട്സും വരുന്നത് വെൻ വി ആർ ഇൻ ഫങ്ഷൻസ്. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ദ ഡിസൈൻ ഇഷ്യൂസ് ഫോർ സബ് പ്രോഗ്രാം. അപ്പോൾ ഈ സബ് പ്രോഗ്രാംസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും മോഡ്യൂൾസ് നമ്മൾ എല്ലാത്തിലും ഡിസൈൻ ഇഷ്യൂസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ സബ് പ്രോഗ്രാമിൽ എന്തൊക്കെയാണ് ഡിസൈൻ ഇഷ്യൂസ്. അപ്പോൾ ഇതിൽ ആദ്യം വരുന്നത് ലോക്കൽ വേരിയബിൾസ് എങ്ങനെയാണ്. ലോക്കൽ വേരിയബിൾസ് നമ്മൾ ഫംഗ്ഷൻ്റെ ഉള്ളിൽ കൊടുക്കുമ്പോൾ അവർ സ്റ്റാറ്റിക് ആണോ ഡൈനാമിക് ആണോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ് സബ് പ്രോഗ്രാം നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പം ദേ ക്യാൻ അപ്പിയർ ഇൻ അതർ സബ് പ്രോഗ്രാം ഡെഫിനിഷൻ. നമ്മൾ ഒരു സബ് പ്രോഗ്രാം ഡിഫൈൻ ചെയ്യുമ്പോൾ അത് വേറെ ഏതെങ്കിലും അതിൽ പോയിട്ട് ഇൻക്ലൂഡ് ആവാമോ എന്നാണ് സെക്കൻഡ് ഡിസൈൻ ഇഷ്യൂ. തേർഡ് വൺ ഇസ് പാരാമീറ്റർ പാസിംഗ് മെത്തേഡ്സ് ആർ പ്രൊവൈഡഡ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആക്ച്വൽ പാരാമീറ്റർ ഫോർമൽ പാരാമീറ്റേഴ്സ് അതുണ്ട്. അവർ പാസ് ചെയ്യുന്ന ആ പാരാമീറ്റിംഗ് മെത്തേഡ്സ് പ്രൊവൈഡഡ് ആണോ. ഫോർത്ത് വൺ ഇസ് പാരാമീറ്റേഴ്സിൻ്റെ ടൈപ്പ് ചെക്ക് ചെയ്യുന്നുണ്ടോ. ഫിഫ്ത്ത് വൺ നമ്മൾ പാരാമീറ്റേഴ്സ് ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ സബ് പ്രോഗ്രാം നെസ്റ്റഡ് ആണെങ്കിൽ അതിൻ്റെ റിഫറൻസിങ് എൻവയറമെൻറ്റ് എന്താണ്. ദെൻ യു ഹാവ് ഓവർലോഡിങ് പറ്റുന്നുണ്ട്. ഓവർലോഡിങ് മീൻസ് നമ്മൾ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ഓപ്പറൻറ്റിന് നമ്മൾ ഒരു പർട്ടിക്കുലർ കാര്യമാണ് കൊടുത്തിട്ടുള്ളത്, അതിന് പറ്റാത്ത വേറെ കാര്യങ്ങളും നമ്മൾ അതിനെ ചെയ്യിപ്പിക്കുകയാണ്. വിതൻ സേ ഇറ്റ് ആസ് ഓവർലോഡിങ്. അപ്പോൾ സബ് പ്രോഗ്രാംസിനെ ഓവർലോഡ് ചെയ്യാൻ പറ്റുമോ, സബ് പ്രോഗ്രാംസിനെ ജനറിക് ചെയ്യാൻ പറ്റും. ജനറിക് എന്ന് പറയുന്ന ഒരു ഡിഫറെൻറ്റ്
ഡാറ്റ ടൈപ്പാണ്. ലൈക്ക് എല്ലാ ഡാറ്റ ടൈപ്സും നമുക്ക് ഒറ്റ സിംഗിൾ ജനറിക് ടൈപ്പിൽ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ. ആൻഡ് ലാസ്റ്റ് വൺ വി ഹാവ് നെസ്റ്റഡ് സബ് പ്രോഗ്രാംസ് ക്ലോഷർ പ്രോപ്പർട്ടി സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇത് സബ് പ്രോഗ്രാംസിന് ഓരോ ഡിസൈൻ ഇഷ്യൂസും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കും വി ആർ ഗോയിങ് ടു സ്റ്റഡി ഇൻ ദിസ് മോഡ്യൂൾ. Then we have the local referencing environment. Local referencing environment എന്ന് പറയുമ്പോൾ നമ്മൾ യൂഷ്വലി പ്രീവിയസ് ക്ലാസ്സസിലൊക്കെ റെഫറൻസിങ് എൻവയറമെൻറ്റ് എന്താ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ സ്റ്റാക്ക് ഡൈനാമിക് പ്രോപ്പർട്ടിയും കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ബിക്കോസ് ദേ ലോക്കൽ വേരിയബിൾസ് ആയതുകൊണ്ട് തന്നെ ഫങ്ഷൻസ് ഉള്ളിലാണ് നമ്മൾ ലോക്കൽ വേരിയബിൾസ് ഡിക്ലെയർ ആൻഡ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ. സോ സ്റ്റാക്ക് ഡൈനാമിക് എന്ന് പറയുമ്പോൾ റൺ ടൈമിൽ സ്റ്റാക്ക് വെച്ച് ബാക്കി കാര്യങ്ങൾ ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. So its advantage is that it support for recursion. Recursion is a process by which we can call a function again and again. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഡൈനാമിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സ്റ്റാക്കും കൂടി യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഓൾസോ ദ സ്റ്റോറേജ് ഫോർ ലോക്കൽസ് ഇസ് ഷെയർഡ് അമംഗ് സം സബ് പ്രോഗ്രാംസിനിടയിൽ ഷെയറിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ഡൈനാമിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അലോക്കേഷൻ ഡിഅലോക്കേഷൻ ഒക്കെ എഫക്റ്റ് ചെയ്യും, ഇനീഷ്യലൈസേഷൻ ടൈം എഫക്റ്റ് ചെയ്യും. പിന്നെ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് ആണ്. ഡയറക്റ്റ് നമ്മൾ മെമ്മറി കൊടുത്ത് അഡ്രസ്സ് ചെയ്യാനല്ല ചെയ്യുന്നത്, റൺ ടൈമിൽ അത് അഡ്രസ്സ് ചെയ്യാണ് ചെയ്യുന്നത്. ഹെൻസ് ഇറ്റ് ഇസ് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് പ്രൊവൈഡിങ്. പിന്നെ ഹിസ്റ്ററി സെൻസിറ്റീവ്, കനോട്ട് ബി ഹിസ്റ്ററി സെൻസിറ്റീവ്, അതായത് പ്രീവിയസിലുള്ള നോക്കിയിട്ട് നമുക്ക് ഒന്നും ഫ്യൂച്ചറിലേക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ദെൻ ദ നെക്സ്റ്റ് വൺ ഇസ് ലോക്കൽ വേരിയബിൾസ് ക്യാൻ ബി സ്റ്റാറ്റിക്, അതായത് കമ്പൈൽ ടൈമിൽ നമ്മൾ സാധാരണ പോലെ ലോക്കൽ വേരിയബിൾസിനെ ഇനീഷ്യലൈസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് നമ്മൾ സ്റ്റാക്ക് ഡൈനാമിക് ലോക്കൽ വേരിയബിൾസ് ആണ്. അപ്പം സ്റ്റാക്ക് ഡൈനാമിക്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അത് പെർഫോം ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് വി ഹാവ് സം എക്സാമ്പിൾസ്. സാധാരണയുള്ള കണ്ടംപററി ലാംഗ്വേജിലൊക്കെ ഈ ഒരു ലോക്കൽ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ സ്റ്റാക്ക് ഡൈനാമിക് ആണ്. നമ്മൾ യൂഷ്വലി പഠിക്കുന്ന എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും സ്റ്റാക്ക് ഡൈനാമിക് ആണ് ഫോളോ ചെയ്യുക. ബട്ട് ചില സി ബേസ്ഡ് ലാംഗ്വേജസിൽ നമ്മൾ സ്റ്റാറ്റിക് എന്ന കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിഫോൾട്ടായിട്ട് സ്റ്റാറ്റിക് ഡൈനാമിക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. അതുപോലെ തന്നെ C++, ജാവ, പൈത്തൺ, C#ലൊക്കെ സ്റ്റാക്ക് ഡൈനാമിക് ലോക്കൽസ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും അതിലില്ല. ലൂവ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമുക്കത് ഇംപ്ലിസിറ്റ്ലി ഡിക്ലെയർ ചെയ്യാൻ പറ്റും, അത് നമുക്ക് ഗ്ലോബൽ ആക്കാൻ പറ്റും. എല്ലാ ഇംപ്ലിസിറ്റ്ലി ഡിക്ലെയർ ചെയ്ത എല്ലാ വേരിയബിൾസും ഗ്ലോബലാണ്. നമുക്ക് ലോക്കൽ വേരിയബിൾസ് വേണമെങ്കിൽ നമ്മളത് എക്സ്പ്ലിസിറ്റ്ലി ലോക്കലാണോ സ്റ്റാക്ക് ഡൈനാമിക് ആണോ എന്നൊക്കെ പറയണം. സോ ദിസ് ഈസ് ദ എക്സാമ്പിൾ ഫോർ ലോക്കൽ റെഫറൻസിങ് എൻവയറമെൻറ്റ്. അപ്പോൾ ഇപ്പം നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ കൂടുതലും റെഫറൻസിങ് എൻവയറമെൻറ്റ് എങ്ങനെയാണ്, പിന്നെ ഡിസൈൻ ഇഷ്യൂസും, പിന്നെ പ്രൊസീജിയർ ആൻഡ് ഫങ്ഷൻസ് എന്തൊക്കെയാണ്, റൂബി ബ്ലോക്സ്, ഹൗ വി ക്യാൻ ഗോ വിത്ത് ആക്ച്വൽ പാരാമീറ്റർ, ഫോർമൽ പാരാമീറ്റർ, അതിൻ്റെ ബേസിക് ഡെഫിനേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത്. Thus we come to the end of this section. Thank you.